തൊണ്ടി മുതൽ കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിന് തിരിച്ചടി. ആന്റണി രാജു വിചാരണ നേരിടണമെന്നും 1 വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നുമാണ് സുപ്രീം കോടതി വിധി. വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകുമെന്ന് ആന്റണി രാജു പ്രതികരിച്ചു. തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ച കേസിൽ തുടർ നടപടികൾക്കാണ് സുപ്രീം കോടതി ഉത്തരവിട്ടത്. കേസിൽ പ്രതികൾ വിചാരണ നേരിടണം, 1 വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നും വിധിയിൽ പറയുന്നു. ഹൈക്കോടതി നടപടികളിൽ തെറ്റില്ലെന്ന് നിരീക്ഷിച്ച കോടതി പ്രതികളുടെ അടുത്ത മാസം 20-ന് വിചാരണ കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചു. ജസ്റ്റിസ് CT രവികുമാർ അധ്യക്ഷനായ ബെഞ്ചാണ് കേസിൽ വിധി പറഞ്ഞത്. സുപ്രീം കോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകുമെന്നും അന്തിമ വിധി തനിക്ക് അനുകൂലമായിരിക്കുമെന്നായിരുന്നു ആന്റണി രാജുവിന്റെ പ്രതികരണം. എനിക്ക് ഈ വിധിയെക്കുറിച്ച് യാതൊരു ആശങ്കയുമില്ല. അന്തിമ വിജയം എനിക്ക് തന്നെയായിരിക്കും. ഈ കേസിൽ പലരും പ്രതീക്ഷിച്ചിരുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി CBI എൻക്വയറി ഉത്തരവിടും എന്നുള്ളതാണ് ചിലരൊക്കെ ഹെഡ്ലൈൻ കൊടുത്തുകൊണ്ടിരുന്നത്. എന്തായാലും അതും ഉണ്ടായിട്ടില്ല. പിന്നെ വിചാരണ നേരിടുക എന്ന് പറഞ്ഞാൽ വിചാരണയുടെ ഓരോ ഘട്ടങ്ങളുണ്ട്, അത് വരട്ടെ, നിയമത്തിൻ്റെ വഴിക്ക് പോകും. ആന്റണി രാജുവിനെതിരെ തെളിവില്ലെന്നും തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ വിധിയാണെന്നും ആന്റണി രാജുവിന്റെ അഭിഭാഷകൻ ദീപക് പ്രകാശ്. ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്ന ഒരു തെളിവും ഒരു പ്രതി പോലും, ഒരു സാക്ഷി പോലും എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ ആരുമായിട്ട് ഗൂഢാലോചന നടത്തിയെന്നോ അദ്ദേഹത്തിന് എന്താണ് ഗുണം കിട്ടിയെന്നോ ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല. തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ച കേസിൽ നടപടിക്രമങ്ങൾ പാലിച്ച് അന്വേഷണം നടത്താമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് ആന്റണി രാജു സുപ്രീം കോടതിയെ സമീപിച്ചത്. 24 ഡൽഹി.